പല പാരൻസും കുട്ടിയുടെ ഈ പ്രശ്നം വളരെ വൈകിയായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ സ്കൂളിൽ നിന്നായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം ഇന്ന് കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് എൽ ഡി. എൻ്റെ കുട്ടി ഒന്നും പഠിക്കുന്നില്ല, ഒന്നും എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ, എത്ര പറഞ്ഞു കൊടുത്താലും മാത്സ് ഒന്നും തലയിൽ കയറൂല, ഭയങ്കര മറവിയാണ്, സ്കൂളിൽ മാർക്കൊന്നുമില്ല. ഇങ്ങനെ ഓരോ കംപ്ലയിൻസ് ആയിട്ടായിരിക്കും പാരൻസ് വരുന്നുണ്ടാവുക. പല പാരൻസും കുട്ടിയുടെ ഈ പ്രശ്നം വളരെ വൈകിയായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ സ്കൂളിൽ നിന്നായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. ശരിക്കും ഒരു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് പാരൻസ് ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്നൊരു പ്രഷറും ഉണ്ടാവും, കാരണം 10th എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാണല്ലോ. അപ്പോഴായിരിക്കും കുട്ടീനെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുട്ടീനെ ഇത് ഇമോഷണലി ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന കുട്ടികളടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, അവർക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്, ഫ്രണ്ട്സൊക്കെ കളിയാക്കും, പിന്നെ അവർക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു നാണക്കേടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് ഈ ഒരു ഏജിലും ഒന്നും എഴുതാനും വായിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അവർ സ്വയം ഐസൊലേറ്റഡ് ആയി പോവാണ്, വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുട്ടിയുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ട്. പിന്നീട് അത് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ 100% മാനേജബിൾ ആണ്. അതായത് ഒരു പ്രോപ്പർ സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഏർലി ഇൻ്റർവെൻഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, റെമഡിയൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ മടി കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ കെയർലെസ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കാണാതെ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണുകയാണ് വേണ്ടത്.